ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടിംഗ് ടിപ്സിന്റെ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു ചലഞ്ച് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഫണ്ടിംഗ് ടിപ്സിന്റെ സൈറ്റിലേക്ക് ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ഡിസ്കൗണ്ട്സ്, കൂപ്പൺസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, 25% എല്ലാം. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്ക് ബൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിന്റെ വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ബൈ ചെയ്യാൻ പോകുന്നത് 25K ഒരു അക്കൗണ്ടാണ് നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. $156 നമുക്ക് ഇതിന് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിന്റെ ഓപ്ഷൻ ഉണ്ട്. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ ബൈ എ ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 2 സ്റ്റെപ്പാണ് അക്കൗണ്ട് ചൂസ് ചെയ്യുന്നുണ്ടാകുക. 2 സ്റ്റെപ്പ് ചൂസ് ചെയ്യുന്നുണ്ട്. ഫണ്ടിംഗ് ടിപ്സ് പ്രോ ഉണ്ട്, ഫണ്ടിംഗ് ടിപ്സ് ഉണ്ട്. ഫണ്ടിംഗ് ടിപ്സ് പ്രോയിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ഡൗൺസ് എല്ലാം വളരെ കുറവായിരിക്കും. ഞാൻ ഫണ്ടിംഗ് ടിപ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അക്കൗണ്ട് ബൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് 25K അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് 2 ഓഫേഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് 8% തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 2% എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ 10% ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ $15 നമുക്ക് ഒരു മൈനസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഇവിടെ 10% കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് $141 ആയിട്ടുണ്ട് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. ഡൗൺ സൈഡിലേക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ പ്ലാറ്റ്ഫോംസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മെറ്റാട്രേഡർ 5, മാച്ച് ട്രേഡർ, സി ട്രേഡർ. ഞാൻ ഇവിടെ മാച്ച് ട്രേഡർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്കിവിടെ കൂപ്പൺ കോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് വഴി കയറുന്നുണ്ടെങ്കിൽ 5% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേന്റെ ഓഫേഴ്സ് ഇപ്പം കറന്റ് റണ്ണിംഗ് ആണ്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് 25% ഓഫ്. FP എന്നാണ് കോഡ് വരുന്നത്. ഞാനിവിടെ FP എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം അപ്ലൈ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10%, 15% ഡിസ്കൗണ്ടും FPയുടെ $35 ഡിസ്കൗണ്ട് ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. അതിനുശേഷം ഞാൻ എഗ്രി കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പേയ്മെന്റ് മെത്തേഡിലേക്കാണ് പോകുന്നുണ്ടാകുക. ഞാനിവിടെ ഡെബിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഓൾറെഡി ഇവിടെ കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാർഡ് കൊടുത്തിട്ട് എൻ്റെ CVVയും കാര്യങ്ങളും കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പേ നൗ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ OTP കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കൺഫേം കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. $105 ഞാൻ പേ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പേയ്മെന്റും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അക്കൗണ്ടും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിവിടെ അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ കാണാൻ പറ്റും 25,000 ആണ് നമുക്ക് ഒരു അക്കൗണ്ടിന്റെ വാല്യൂ ഉള്ളത്. പ്രോഫിറ്റ് ടാർഗറ്റും കാര്യങ്ങളിലും നമുക്ക് ഡൗൺ സൈഡിലേക്ക് പോയാൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 days ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ മാക്സിമം ഡെയിലി ലോസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. $1,250 ആണ്. ഓവറോൾ ആയിട്ട് എനിക്ക് $2,500 ആയിരിക്കും ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതും ഓൾമോസ്റ്റ് $2,500 തന്നെയാണ്. ഓക്കെ, ഒരു 1:1 എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റും അതേപോലെ തന്നെ ലോസ് ലിമിറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേയ്സിൽ ഞാൻ ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കാണിച്ചിരുന്നതാണ്. 3 days എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, അക്കൗണ്ട് എങ്ങനെ പാസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇനിയും അക്കൗണ്ട് പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 100K അക്കൗണ്ട് നമുക്ക് ആ ഒരു ഓഫേഴ്സ് 25% അവൈലബിൾ അല്ല. 50K, 25K, 10K, 5K ഈ ഒരു അക്കൗണ്ട്സുകളിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുക. നിങ്ങൾക്ക് അക്കൗണ്ട്സും കാര്യങ്ങളും ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ റൂൾസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഓൾറെഡി ഞാൻ അതിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റൂൾസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്.